blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ്റെ 21ാമത്തെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കർത്താവേ, വലിയ അനുഗ്രഹം ആ മകൻ്റെ മേൽ വന്നു ചേരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. തൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഇയർ ഇംബാലൻസ് പൂർണ്ണമായി മാറിപ്പോകാൻ, ഇനി അത് വരാതിരിക്കുവാൻ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വെൽവിഷറെ കർത്താവ് ഒരു പുതിയ ഭവനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കടബാധ്യതകളും മാറിപ്പോകാനായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, സാമ്പത്തിക അനുഗ്രഹങ്ങളും നന്മകളും തൻ്റെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. മാത്രമല്ല കർത്താവെ, തൻ്റെ 4 മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളും അനുഗ്രഹങ്ങളും ആത്മീയവും ഭൗതികവുമായ രീതിയിൽ കർത്താവെ അവരുടെ മേൽ വന്ന് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതോടൊപ്പം ചെന്നൈയിൽ നിന്നുള്ള വർഗീസ് ചെറിയാന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തനിക്ക് BDS വളരെ വിജയകരമായി പൂർത്തിയാക്കുവാൻ, നല്ല ഒരു റിസൾട്ട് കിട്ടുവാനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ സഹോദരി അർച്ചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുനാമത്തിൽ ഈ സഹോദരനെ കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. കർത്താവ് ധാരാളമായി ഇന്ന് സ്പോൺസർ ചെയ്ത ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, ധാരാളമായ നന്മകളാൽ നിറയ്ക്കട്ടെ. ബ്രദർ, ഈ സഹോദരൻ്റെ പേര് ഗംഗാധരൻ എന്നാണ്. സഹോദരൻ്റെ പേര് ഗംഗ. യേശു ഇതൊരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ഒരു കുടുംബമാണ്. ഒരു 6 മാസങ്ങൾക്ക് മുൻപ് ബോംബെയിൽ നിന്ന് ഇവിടെ വന്നതാണ്. ഇവർ ബോംബെയിലായിരുന്നു നേരത്തെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇവരുടെ വീടിൻ്റെ അടുത്ത് ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവന് കിഡ്നിയുടെ പ്രോബ്ലമായിട്ട് അവൻ ഏകദേശം മരിക്കേണ്ട അവസ്ഥയിലായി. അവൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. അവനിപ്പോൾ സൗഖ്യമായി. അവർ പറഞ്ഞ ശേഷമാണ് ഇവർ കാണാൻ തുടങ്ങിയത്. എവിടെയാണ് കുഞ്ഞിരിക്കുന്നത്? ആ കുഞ്ഞിന്റെ കാര്യം പറയാൻ എന്താ കാരണം? ആ കുഞ്ഞിന്റെ കിഡ്നി ക്രിയാറ്റിനെല്ലാം കൂടി ഡയാലിസിസ് ചെയ്തു. മരണാസന്നനായി എന്ന് പറഞ്ഞ അത്ര മരിക്കേണ്ട അവസ്ഥയിലായി. അവരുടെ അമ്മ പറഞ്ഞ ശേഷമാണ് ഇവർ നമ്മുടെ TV പ്രോഗ്രാം കാണാൻ തുടങ്ങിയത്. ആ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞ ശേഷം കാണാൻ തുടങ്ങി. അതെ. ഈ കുഞ്ഞിന്റെ ഇളയ കുഞ്ഞിന്റെ പേര് രഞ്ജിത്ത് ദാസ് എന്നാണ്. രഞ്ജിത്ത്. ഇവനിപ്പോൾ ഏകദേശം 10 വയസ്സുണ്ട്, പ്രായമുണ്ട്. ഇവന് 5 വയസ്സ് തുടങ്ങി ശക്തിയായ ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ബോംബെയിൽ നിന്ന് തിരിച്ചുവിടെ വന്ന ശേഷം ഈ കുഞ്ഞിന് ശക്തിയായ ശ്വാസം മുട്ടൽ വന്നു. കളിക്കാനോ പഠിക്കാനോ സ്കൂളിൽ പോകാനോ ഒന്നും സാധ്യമല്ലായിരുന്നു അവർ പറയുന്നത്. ആഴ്ചയിൽ 1 ദിവസം മാത്രമാണ് സ്കൂളിലെല്ലാം പോയിക്കൊണ്ടിരുന്നത്. ആഴ്ചയിൽ 1 പോകാൻ സാധിച്ചിരുന്നുള്ളൂ. അതെ. എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ അസുഖങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം ആദ്യമായി കാണുന്നത് ഇവർ. അതിനുശേഷം ഇവർ നമ്മുടെ എറണാകുളത്തുള്ള പ്രെയർ കോൾ സെന്ററിൽ വിളിച്ചു പറഞ്ഞു,
കുഞ്ഞിന് ശ്വാസം മുട്ടലാണെന്ന് വിളിച്ചു പറഞ്ഞു. ഓക്കെ. അപ്പോൾ അവിടെയുള്ള സഹോദരൻ ഫോൺ എടുത്ത് പ്രാർത്ഥിച്ചു. യേശു നിങ്ങളെ തീർച്ചയായും ആ കുഞ്ഞിന് സൗഖ്യം കൊടുക്കും എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഓക്കെ. അത്ഭുതം എന്ന് പറയട്ടെ, ആ കുഞ്ഞിന്റെ ശ്വാസം മുട്ടൽ അപ്പം തന്നെ ആ നിമിഷം തന്നെ മാറിപ്പോയി എന്നാ പറയുന്നത്. മുംബൈയിൽ നിന്ന് ഇവിടെ വന്ന് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. പക്ഷെ ആ പ്രോഗ്രാം കണ്ടു. അതിനുശേഷം 5 വർഷമായിട്ടുണ്ടായിരുന്നു. 5 വർഷമായി ഞങ്ങൾ അവിടുന്ന് വന്നിട്ട് 5 വർഷം. 5 വർഷമായി. അപ്പൊ അന്ന് വന്ന് 2-3 മാസം കഴിഞ്ഞത് ഈ കുട്ടിക്ക് ശ്വാസം മുട്ടൽ തുടങ്ങിയതായിരുന്നു. അതിന് ഞാൻ എപ്പോഴും ഓരോ ഹോസ്പിറ്റലിലും മാറി മാറി പോയിക്കൊണ്ടിരുന്നു. അവന് മരുന്ന് എപ്പോഴും സ്റ്റോക്കാണ് വീട്ടിനകത്ത്, മരുന്ന് സ്റ്റോക്ക് ചെയ്യണം. കാരണം ഇവന് അസുഖം വരുമ്പോൾ വേഗം മരുന്ന് കൊടുക്കണം എന്നുള്ളതിൽ. കാരണം പിറ്റേ ദിവസം സ്കൂളിൽ പോകാനോ മറ്റായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് എവിടെയും പോകാൻ തന്നെ ഒരു തീരുമാനിച്ചാൽ ഇവന്റെ അസുഖം കാരണം കൊണ്ട് ഞങ്ങൾക്ക് എവിടെയും പോകേണ്ടവിടെ പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയായി ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്, എന്നെ പറഞ്ഞു നീ ബ്ലെസ്സി സ്റ്റുഡിയോയിൽ ഒന്ന് വിളിച്ചു പറയേ, നീ ഒന്ന് ദിവസം കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദിവസം കാണാൻ തുടങ്ങി. അന്ന് തുടങ്ങി ഞാൻ കാണും. അപ്പോൾ ആ കാണുന്ന സമയത്ത് ഞാൻ ഈ കുട്ടി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞു, ഈ നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പൂർണ്ണമായും കുഞ്ഞിൻ്റെ അസുഖം മാറ്റിത്തരുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ് അതായത് അവന് ഇത്തിരി നല്ല പോലെ രാത്രിയിലൊന്നും ഉറക്കമില്ല, അതുപോലെ ഛർദ്ദിക്കുക, അങ്ങനെ ഭയങ്കര വലിയായിരുന്നു. എന്നിട്ട് അവനെ പൂർണ്ണമായി മാറ്റിക്കൊടുത്തു. അതിനുശേഷം ഒരു 2-3 മാസത്തിന് ശേഷം ചെറുതായിട്ടൊന്ന് വന്നു. അപ്പം ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, എന്നെ പരീക്ഷിക്കുകയാണോ, എനിക്കിങ്ങനെ എൻ്റെ കുഞ്ഞിനെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അപ്പം പറഞ്ഞു ഇല്ല, അവന് സ്കൂളിലേക്ക് എനിക്ക് പോയി തന്നേ തീരൂ, എനിക്ക് കർത്താവ് എനിക്കത് മാറ്റി തരണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞതായിരുന്നു. അപ്പോൾ ശരി, അവന് ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് മാറി നിന്ന്, അതായത് പുറത്ത് പോയതായിരുന്നു. ഈ പുറത്ത് പോകുമ്പോഴേക്കും ഇവൻ വേഗം എണീറ്റ് വന്നിട്ട് ബ്രഷും പേസ്റ്റും എടുത്തിട്ട് പല്ല് തേക്കാൻ ഓടണം. അമ്മ ഞാൻ സ്കൂളിൽ പോകണമെന്ന്, എനിക്ക് സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് തന്നെ പല്ല് തേച്ച് കുളിച്ച് അവൻ അന്ന് സ്കൂളിലേക്ക് പോയതായിരുന്നു. അതിനുശേഷം ഇന്ന് വരയ്ക്കും അവന് ആ അസുഖമില്ല. അതുപോലെ ഇടയ്ക്ക് ഇവനും കൂടെ വരുമായിരുന്നു ശ്വാസം മുട്ടല്. ഇടയ്ക്കിടയ്ക്ക് ഇവൻ ഉണ്ടാവും. പക്ഷെ എന്നും ഇവനായിരുന്നു, ഈ ചെറിയ കുട്ടിക്കായിരുന്നു എന്നും ഉണ്ടാവണം. എത്ര നാളുണ്ടായിരുന്നു ഈ ആസ്മ രോഗം? ഇവൻ ഇപ്പൊ 6 മാസത്തോളമായി പൂർണ്ണമായും സൗഖ്യമാക്കി. അതെ, 6 മാസമായിട്ട് പൂർണ്ണമായും പൂർണ്ണമായി. ഇപ്പൊ കളിക്കുക, ചിരിക്കുക, തല്ല് അടിച്ചാൽ ഒരു പ്രശ്നം അവനില്ല. കാരണം ഒന്ന് നേരത്തെ കരഞ്ഞാൽ പോലും ഇവന് ശ്വാസം മുട്ടൽ വരികയാണ്, ഒപ്പം ഇങ്ങനെ കൊണ്ടു നടക്കണം അവൻ. ഇപ്പൊ അതിന്റെ ഒരു പ്രശ്നം അവനില്ല. പ്രൈസ് ഗോഡ്. ഈ സമയത്ത് എത്ര പേർ വിശ്വസിക്കുന്നു ഈ മോനെ സൗഖ്യമാക്കിയ അതേ കർത്താവ് ഇന്ന് ഇവിടെ ഉണ്ട്? TV കണ്ടിട്ടില്ല, നേരിട്ട് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. കൈകളെല്ലാം ഉയർത്തിപ്പിടിക്കാമോ? കർത്താവെ, ഈ ഇരിക്കുന്നവരിൽ, ബാൽക്കണിയിലും താഴെയും അകത്തും പുറത്തുമൊക്കെ ഇരിക്കുന്നവരിൽ ഈ മോൻ്റെ സാക്ഷ്യം കേട്ട സമയത്ത് ഉള്ളിൽ വിശ്വാസം വന്ന എല്ലാവരിലും ഇപ്പോൾ രോഗസൗഖ്യങ്ങൾ നടക്കാൻ തുടങ്ങട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നടക്കാൻ തുടങ്ങട്ടെ. അതുകൂടാതെ ഈ സാക്ഷ്യം കാണുന്ന സകലരുടെയും മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ നിമിഷം തന്നെ പ്രവർത്തിച്ച് വലിയൊരു വിടുതൽ ഉണ്ടാകട്ടെ. ഞാൻ കാണുന്നുണ്ട് നട്ടലിൻ്റെ തകരാറുകൾ മാറിപ്പോകുന്നു ഞാൻ കാണുന്നു. അതുപോലെ ഒരു കാലിന് പ്രയാസമുണ്ടായി കാല് വലിച്ചു നടക്കുന്നൊരു വ്യക്തി ഇപ്പോൾ സൗഖ്യമാകുന്നു ഞാൻ കാണുന്നു. വിവിധ ആന്തരിക അവയവങ്ങളിലെ രോഗങ്ങൾ ഈ സാക്ഷ്യത്തോട് ചേർന്ന് സൗഖ്യമാകുകയാണ്. താങ്ക് യു ജീസസ്. ഒറ്റ സാക്ഷ്യമാണെങ്കിലും അതിനോട് ചേർന്ന് അനേക സാക്ഷ്യങ്ങൾ, 100 കണക്കിന് സാക്ഷ്യങ്ങൾ പുറത്തു വരത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് സൗഖ്യങ്ങളെ പകർന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലും വലിയ വ്യത്യാസമുണ്ട്. അവർക്ക് പൈതങ്ങൾ പിറക്കട്ടെ. ദൈവമേ, ഈ സാക്ഷ്യത്തിലൂടെയുള്ള മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്ന ഈ മോനെ അനുഗ്രഹിക്കുന്നു, മൂത്ത മകൻ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബത്തെ മുഴുവൻ കർത്താവെ ഈ സമയത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരിയുടെ പേര് പത്മിനി രാജൻ എന്നാണ്. സഹോദരിക്ക് 3 ലക്ഷം രൂപയുടെ കടഭാരം ഉണ്ടായിരുന്നു. 60,000 രൂപയാണ് താൻ വായ്പ എടുത്തത്. എന്നാൽ ഒരു സംഘത്തിൽ നിന്നായിരുന്നു എടുത്തിരുന്നത്. പെട്ടെന്ന് അതിൻ്റെ വായ്പ വർദ്ധിച്ചിട്ട് 3 ലക്ഷം രൂപയോളം 1 വർഷത്തിനകമായി. പലിശയാണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ 3 ലക്ഷം രൂപയായി. 60,000. അതുകൊണ്ട് ഇവർ വളരെയധികം ഭാരപ്പെട്ടു. ഇവരൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ്. അവർക്ക് ആ ബിസിനസ് മുൻപോട്ട് പോകാതെ അടക്കുവാൻ സാധിക്കാതെ എല്ലാ രീതിയിലും വളരെ പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ ജൂൺ മാസത്തിൽ ബ്രദർ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചൊക്കെ ബ്ലെസ്സിംഗ് ടുഡേയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഈ വർഷം ജൂണിൽ. യെസ്. അപ്പോൾ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, ബ്രദർ അന്ന് സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കടഭാരമുള്ളവർ നിങ്ങളൊരു പേപ്പറിൽ നിങ്ങളുടെ എത്രയാണ് നിങ്ങൾക്ക് കടബാധ്യതയുള്ളത്, ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത്, അത് എഴുതിയിട്ട് ഏറ്റവും താഴെ
യേശു എൻ്റെ കടമെല്ലാം കൊടുത്തു തീർത്തിരിക്കുന്നു എന്ന് എഴുതാൻ പറഞ്ഞു. സഹോദരി അതുപോലെ തന്നെ ഈ 3 ലക്ഷം രൂപ എഴുതി വെച്ചിട്ട് ഇത് എൻ്റെ യേശു കൊടുത്തു തീർത്തിരിക്കുന്നുവെന്ന് വലിയ അക്ഷരത്തിൽ അങ്ങോട്ട് എഴുതി വെച്ചു, പ്രാർത്ഥിച്ചു. സംഭവിച്ചത് ഇതാണ്, ഇത്ര ദിവസത്തിനകം നിങ്ങൾ പലിശ തന്നിരിക്കണം എന്ന് എത്രയും വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന സംഘം ഇവരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ 75,000 രൂപ തന്നാൽ മതി, ഞങ്ങളത് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു. ഇവരെ വിളിച്ചപ്പോൾ ഇവർ ഞങ്ങളുടെ കയ്യിൽ ആകെ 75,000 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത്രയും തന്നാൽ മതി, പലിശ ഒന്നും തരണ്ട, നിങ്ങളത് സെറ്റിൽ ചെയ്തു. അവരത് കൊണ്ടുപോയി കൊടുത്തു. പൂർണ്ണമായും ആ കടബാധ്യതയിൽ നിന്ന് യേശു വിടുവിച്ചു. എങ്ങനെയാണ് ഈ വിശ്വാസം കിട്ടിയത് ഇങ്ങനെ നടക്കുമെന്നുള്ളത്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വിശ്വാസമാണ് ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാം കണ്ട സമയത്ത് എങ്ങനെയാണത് ടച്ച് ചെയ്തത്? എങ്ങനെയാ വിശ്വാസം മനസ്സിലായി കർത്താവ് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു? ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞത് ശരിയാണോ? ഇങ്ങനെ പേപ്പറിൽ എഴുതി വെച്ച് എന്താ താഴെ എഴുതിയത്? യേശുവിന്റെ ഈ കട എല്ലാം തീർത്തരും, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, എന്റെ ദൈവം എനിക്കിത് ചെയ്തു തരുന്നു. പ്രൈസ് ഗോഡ്. വെറും 60,000 രൂപ ഒറ്റ വർഷം കൊണ്ട് 3 ലക്ഷം രൂപയായത്. എന്നാൽ യേശുവിൽ വിശ്വസിച്ച് അത് എഴുതിയപ്പോൾ സ്വർഗത്തിലെ യേശു പറഞ്ഞു, അവൾ അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ ഞാനത് കൊടുത്തു വീട്ടും. കർത്താവ് അത് ചെയ്തു. കടഭാരമുള്ളവർ ഇതിനകത്തിരിപ്പുണ്ടാവും. സിമ്പിൾ ടെക്നിക്ക്. യേശുവിൻ്റെ കയ്യിലോട്ട് ഈ കടം കൊടുക്കുക. നമുക്ക് ഏതായാലും സാധ്യമല്ല, അതൊരു ഭാരമാണ്. ഈ സഹോദരി ഇവിടെ നിൽക്കുമ്പോൾ തന്നെ, കണ്ണുനീരോടെ ഇവിടെ നിൽക്കുമ്പോൾ, കടഭാരമുള്ളവർക്ക് വേണ്ടി നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, ഈ സഹോദരിക്ക് വേണ്ടി സാമ്പത്തികമായ ഒരു അത്ഭുതം, കടഭാരത്തിൽ നിന്നുള്ള വിടുതൽ നൽകിയ കർത്താവേ, ഇപ്പോൾ ഈ കൈനീട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരത്ഭുതം അങ്ങ് ചെയ്യണമേ. സ്വന്തം കിടപ്പാടം വിറ്റ് പോകുമോ? ജപ്തി ചെയ്തു പോകുമോ? സകലവും വിറ്റ് പെറുക്കേണ്ടി വരുമല്ലോ. എങ്ങനെ ജീവിക്കും? ഒരു കുപ്പി വിഷം കൊണ്ട് ജീവിതം മുഴുവൻ നശിപ്പിക്കണമോ? കുടുംബത്തെ മുഴുവൻ കൊല്ലണമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ കർത്താവേ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വ്യത്യാസം അവരുടെ സാമ്പത്തികത്തിൽ വന്നു ചേരട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നവർ യേശുവിനെ ഉറക്കെ സ്തുതിക്കാൻ തുടങ്ങാം. യേശുവെ നന്ദി എന്ന് പറയാൻ തുടങ്ങാം. ഉറക്കെ യേശുവിന് നന്ദി പറയാൻ തുടങ്ങാം. സ്വർഗത്തിൽ കർത്താവ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നീക്കിക്കഴിഞ്ഞു. ഇന്ന് വിശ്വസിക്കുക. കടഭാരത്തിൽ നിങ്ങൾ നശിക്കയില്ല, അതിൽ നിന്ന് പുറത്തു വരും എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് മിച്ചം വരുന്നത് പോലെ, നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് പോലെ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. ഈ സഹോദരി അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇന്നിവിടെ വന്ന് യേശുവിനെ ഉയർത്തിയ നിമിത്തം ഇവളെ കൂടുതൽ അനുഗ്രഹിക്കണമേ എന്ന് മാത്രമല്ല, ഇവൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകരുടെ കടങ്ങൾ മാറിപ്പോകട്ടെ, ഇവൾ അനേകർക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് മാത്രമല്ല, അനേകർക്ക് വായ്പ കൊടുക്കത്തക്ക രീതിയിൽ ഇവളുടെ കൈകളിൽ കർത്താവെ ധാരാളമായി അനുഗ്രഹങ്ങളെ പകരണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ സഹോദരിയെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സമ്പൂർണ്ണ ബൈബിൾ കയ്യിലുള്ള എത്ര പേരുണ്ട്? കൈ ഒന്ന് ഉയർത്തി കാണിക്കുക. ഫുൾ ബൈബിളുള്ള ഒത്തിരി പേരുണ്ട്. വെരി ഗുഡ്. ചിലരൊക്കെ പഴയ നിയമത്തിലെ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ച ശേഷം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ പുസ്തകം, സംഖ്യ, ആവർത്തന പുസ്തകം ഇതെല്ലാം വായിച്ച്, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം ഇതെല്ലാം വായിക്കുമ്പോൾ ചിലരൊക്കെ വായിച്ച് ഞെട്ടുകയാണ്. ഈ ദൈവമേ, ഇതെല്ലാം കൂടെ എങ്ങനെ ഞാൻ അനുസരിക്കും? എത്രയോ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വളരെ ലളിതമാണ് കാര്യം. ഇതൊന്നും നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതല്ല. അതെല്ലാം യഹൂദന്മാർക്ക് വേണ്ടി, അന്നത്തെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി കൊടുക്കപ്പെട്ടതാണ്. മാത്രമല്ല, ഇസ്രായേലിലല്ലാത്ത നമുക്ക് ഇത് ബാധകമല്ല. 1. 2, അവർക്ക് പോലും ഇന്നിത് ബാധകമല്ല. കാരണം യേശു അത് മുഴുവൻ നിവർത്തിച്ച ശേഷം ഒരു സ്ഥലത്ത് യേശു ഇങ്ങനെയാ പറഞ്ഞത്: ന്യായപ്രമാണത്തെ നീക്കിക്കളയുവാനല്ല, അതിനെ നിവർത്തിക്കുവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. മോശയ്ക്കും അഹരോനും ഹൂരിനും മിര്യാമിനും
അന്നുണ്ടായിരുന്ന ജോഷുവയ്ക്കും കാലേബിനും കൂടെയുള്ള ആർക്കും അതിനുശേഷമുള്ള തലമുറകൾക്കും, യേശയ്യാ പ്രവാചകനും ഇരമ്യ പ്രവാചകനും ദാവീദിനും ഹോശയ്യായ്ക്കും ആർക്കും ഈ കൽപ്പനകൾ കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, ഇതാർക്കും പറ്റുന്നില്ലെങ്കിൽ ഞാനങ്ങ് ചെയ്തു തീർത്തേക്കാം, നിങ്ങളെ വെറുതെ വിട്ടേക്കാം. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? അതുകൊണ്ട് യേശു ന്യായപ്രമാണത്തെ മുഴുവൻ നിവർത്തിയാക്കിയ ശേഷം യേശു ക്രൂശിൽ തറച്ചപ്പോൾ ഈ ന്യായപ്രമാണത്തെ കൂടെ തറച്ച് നമുക്ക് വിരോധമായിരുന്ന കൈയെഴുത്തുകളെ മുഴുവൻ അവൻ മാറ്റിക്കളഞ്ഞു. കൈകൾ ഉയർത്തി യേശുവേ നന്ദി എന്നുറക്കെ പറഞ്ഞ്, കൂടുതൽ പ്രാവശ്യം പറഞ്ഞ യേശുവേ നന്ദി. ആർക്കും ചെയ്യാൻ കഴിയാതിരുന്നൊരു കാര്യം യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് പൂർത്തിയാക്കി. ഇനി ആരും 10 കൽപ്പന കണ്ടു ഇങ്ങനെ വിറക്കുമൊന്നും വേണ്ട, ന്യായപ്രമാണം കേട്ടിട്ട് പേടിക്കണ്ട. യേശു അതെല്ലാം മാറ്റിക്കളഞ്ഞു. ഇതാണ് ക്രൂശിൽ ചെയ്ത യേശുവിൻ്റെ ഒരു പ്രവൃത്തി. രണ്ടാമത്തെ പ്രവൃത്തി കേൾക്കണം. കൊലോസ്യർ 2:14-15 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളാണ് ഞാൻ പറയുന്നത്. രണ്ടാമത് യേശു ചെയ്തത്, ഹി ഡിസാംഡ് ദ പവേഴ്സ് ആൻഡ് അതോറിറ്റീസ് ആൻഡ് ട്രയംഫ്ഡ് ഓവർ ദം. എന്ന് വെച്ചാൽ അന്നത്തെ വാഴ്ചകളെയും അധികാരങ്ങളെയും, അങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത്. വാഴ്ചകളും അധികാരങ്ങളും എന്ന് വെച്ചാൽ പൈശാചിക ശക്തികൾ എന്നാണ് അർത്ഥം. പല കാറ്റഗറിയിലുള്ള പൈശാചിക ശക്തികളുണ്ട്, ദുരാത്മാക്കളുണ്ട്. പേടിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, പേടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ആ എല്ലാ പൈശാചിക ശക്തികളെയും വാഴ്ചകളെയും അധികാരങ്ങളെയും യേശു ചെയ്തത് അവയെ നിർവീര്യമാക്കി, നിരായുധരാക്കി, കയ്യിലുണ്ടായിരുന്ന ആയുധവർഗത്തെ മുഴുവൻ പിടിച്ച് അടക്കി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം ഇന്ന് ജീവിച്ചിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇനി പൈശാചിക ശക്തികളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എനിക്കതൊരു 10 പ്രാവശ്യം കൂടി പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരും പിശാചിനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ച ആ ദിവസം, ആ നിമിഷം എല്ലാ പൈശാചിക ശക്തികളുടെയും ആയുധ ശേഖരത്തെ പിടിച്ചടക്കിയ ശേഷം അവയുടെ മേൽ യേശു കർത്താവ് ജയോത്സവം കൊണ്ടാടി. എന്ന് വെച്ചാൽ ഇനി പിശാചുക്കളെ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എത്ര പേർ കൈകൾ വീശി ഹല്ലേലൂയ പറയും? ഹല്ലേലൂയ. അനേക മനുഷ്യരും പിശാചിനെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. ഒരു കാലത്ത് പേടിച്ചിരുന്ന ഒരു സമയം, എനിക്ക് ഈ തിരുവെഴുത്തുകൾ എനിക്ക് അറിയില്ലായിരുന്നു. ആ കാലത്ത് ഞാനും പേടിച്ചിട്ടുണ്ട്. പിശാച് വരുമോ, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമോ, തകർക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഭയം ഒരു കാലത്ത് എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് മനസ്സിലായി, യേശു പിശാചിൻ്റെ തല തകർത്തു, പിശാചിൻ്റെ ബ്രെയിൻ ഡാമേജായി. ഇനി നേരെ ചൊവ്വേ പുള്ളിക്ക് ചിന്തിക്കാൻ പോലും തല വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ യേശു പിശാചിനെ കീഴടക്കി. ഇനി കേട്ടുകേൾവി കൊണ്ട് പിശാചിനെ ഭയപ്പെട്ട് ആരും ജീവിക്കരുത്. യേശു നിനക്ക് അവൻ്റെ മേൽ ജയം തന്നിരിക്കുകയാണ്. എത്ര പേർ കൈകൾ തട്ടി യേശുവിന് നന്ദി പറയും? യോഹന്നാന്റെ സുവിശേഷം 3:8 പറയുന്നത് എങ്ങനെയാണ്? The one who does what is sinful is of the evil, because the devil has been sinning from the beginning. The reason the Son of God appeared was to destroy the devil's work. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ, തകർക്കുവാൻ യേശു കർത്താവ് ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി. ഞാൻ നിങ്ങളോട് ഇന്നൊരു സന്ദേശം പറയാൻ പോവുക. പിശാചിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ചിലരുടെ ജീവിതത്തിൽ വരുന്ന എപ്പോഴുമുള്ള രോഗങ്ങൾ, കെടുതികൾ, ശാപങ്ങൾ, ഗതിപിടിക്കാത്ത അവസ്ഥകൾ, കലഹങ്ങൾ, ഇതെല്ലാമാണ് പിശാച് കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്. യേശു എന്തിനാ വന്നത്? അതിനെ ഓരോന്നിനെ കുരുക്ക് അഴിച്ച്, ബന്ധനങ്ങൾ അഴിച്ച്, എല്ലാവരെയും കെട്ടഴിച്ച് ഫ്രീ ആക്കി വിടുക. ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അത് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവപുത്രൻ ഇവിടെ പ്രത്യക്ഷനായിരിക്കുന്നത്
നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പൈശാചികമായ പ്രവൃത്തികളെയും അഴിച്ച് കളഞ്ഞ് നിനക്ക് നല്ല ഒരു ജീവിതത്തെ, സ്വാതന്ത്ര്യമുള്ള, ആരോഗ്യമുള്ള, കൃപയുള്ള, അനുഗ്രഹിക്കപ്പെട്ട, മേൽഗതിയുള്ള നല്ല ഒരു ജീവിതത്തെ തരാൻ വേണ്ടിയാണ്. എത്ര പേർ ഇവിടെ ഹൃദയത്തിനകത്തത് വിശ്വസിക്കും? ഒത്തിരി പേരും അടുപ്പിച്ച് പറയുന്നത്, ദൈവമേ മടുത്തു 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 അങ്ങനെ പറയുന്ന പലരും ഇതിനകത്തുണ്ട്. അവരോടാണ് ഞാൻ ഇന്ന് ദൂത് പറയുന്നത്, അവരോട് ഞാൻ സന്ദേശം പറയുകയാണ്. മടുക്കേണ്ട ആവശ്യമില്ല. യേശു പിശാചിൻ്റെ പ്രവർത്തികളെ അഴിച്ചു കളഞ്ഞ്, കർത്താവേ ഒരു മടുപ്പുമില്ല, ഭയങ്കരമായ ഉത്സാഹമുണ്ട്, കുറെ കൂടി കാര്യങ്ങൾ യേശുവിന് വേണ്ടി എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കുതിരയെ പോലെ, പടക്കുതിരയെ പോലെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ എനർജി നൽകാൻ വേണ്ടിയാണ് യേശു ഇന്ന് ഇവിടെ പ്രത്യക്ഷനായി നിൽക്കുന്നത്. വേണ്ടത്ര പേരുണ്ട്. ഹല്ലേലൂയ. ബിസിനസ്സിൽ മടുപ്പ് വന്നവരുണ്ട്, കുടുംബജീവിതത്തിൽ മടുപ്പ് വന്നവരുണ്ട്, ശുശ്രൂഷയിൽ മടുപ്പ് വന്നവരുണ്ട്, പലതും ചെയ്ത് ജീവിതത്തിൽ തളർന്നവരുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നു, തളർന്നിരിക്കുന്ന സകലരെയും ഇന്ന് കർത്താവ് ശക്തീകരിക്കുകയാണ്. ഹല്ലേലൂയ. യേശയ്യാവിന്റെ പുസ്തകം 40, 30, 31 വാക്യങ്ങളിലെല്ലാം വരുമ്പോൾ അവിടെ കാണുന്നത്, ബാല്യക്കാർ നടന്ന് ക്ഷീണിച്ച് തളർന്ന് വീഴും, പക്ഷേ ദൈവത്തെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർക്കൊരു പ്രത്യേകതയുണ്ട്. കഴുകൻ ചിറകുകൾ അടിച്ച് താഴെ നിന്ന് മുകളിലേക്ക്, വൃക്ഷങ്ങളുടെ മുകളിലേക്ക്, കാക്കകൾ പറക്കുന്നതിൻ്റെയും മുകളിലേക്ക്, ഏത് പക്ഷി എവിടെ പറക്കുന്നോ അതിൻ്റെയും മുകളിലേക്ക്, ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് പറന്ന് കയറുന്നത് പോലെ ഇവിടെയുള്ള ചിലരൊക്കെ ദൈവം ഉയർത്തി 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 കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ചുറ്റിലുമുള്ളവർ അവസാനം നിങ്ങൾ ഇങ്ങനെ നോക്കൂ, എങ്ങനെ ഈ പുള്ളി അത്രയും ഉയരത്തിൽ ജീവിതത്തിൽ ഉയർന്നു എന്ന് ചിന്തിക്കും. കാരണം നമ്മുടെ ദൈവം താഴ്വരയിൽ ഇരിക്കുന്ന ദൈവം അല്ല, അവൻ ഉയരത്തിൽ സ്വർഗാദി സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവമാണ്. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ കർത്താവ് വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരും. ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവെ, ഇന്ന് ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഓരോരുത്തരുടെയും മേൽ വളരെ വ്യക്തമായി, വ്യക്തിപരമായി യേശുവിൻ്റെ കരങ്ങൾ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഒരു സഹോദരി കർത്താവിനെ കാണിക്കുന്നത്, ചില ആഭരണങ്ങളൊക്കെ ഇടുമ്പോൾ ആ ഭാഗത്ത് മുഴുവൻ അലർജി വന്ന് സ്കിന്നിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. അതുപോലെ ഭക്ഷണത്തിലുള്ള ചില അലർജി മൂലം വളരെ പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ചിലരുടെ വയറിനകത്തുള്ള അൾസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, അസിഡിറ്റി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ ഓരോ ജോയിൻറ്റിലും പെയിനുള്ള ചില സഹോദരിമാരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നതിൽ ചില സഹോദരന്മാരും കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഒരു വലിയ രോഗസൗഖ്യം കൂട്ടമായി ഒത്തിരി പേരുടെ മേൽ ആ ഒരു കാര്യത്തിൽ രോഗസൗഖ്യം നടക്കുന്നുണ്ട്. നട്ടലിലുള്ള ക്യാൻസർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്വാസകോശത്തിൻ്റെ തകരാറുകൾ, ശ്വാസകോശത്തിലെ ക്യാൻസർ മുതലായത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ വിവിധ രീതിയിലുള്ള ക്യാൻസർ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. ജോലിയിൽ തകരാറ് മൂലം മനസ്സമാധാനമില്ലാതെ ഉറങ്ങാൻ കഴിയാത്ത കുറേ അധികം പേരെ കർത്താവ് കാണുന്നു. പക്ഷെ ഒരു ദൈവിക സമാധാനം ആ രംഗങ്ങളിൽ കർത്താവ് തരാൻ പോകുക. എവിടെയൊക്കെ നിന്ദിക്കപ്പെടുന്നു അവിടെ കർത്താവ് മാനിക്കാനും ഉയർച്ച തരാനും ന്യായമായത് ലഭിക്കുവാനും കർത്താവ് സഹായിക്കും. താങ്ക് യു ജീസസ്. വിവാഹപ്രായമെത്തി വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത യുവതീ-യുവാക്കന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ വളരെ വ്യക്തമായി അവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ലോർഡ്. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും കൈനീട്ടി, ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി യേശുവിൽ വിശ്വസിച്ച്
ഇപ്പോൾ ആ വിടുതൽ സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തർക്കും ആവശ്യമുള്ള വിടുതലുകളും നന്മകളും അത്ഭുതങ്ങളും ഉണ്ടാകട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലുള്ള ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ മറക്കരുത്. 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലും നടക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. അടിമാലിയിൽ ഈ വെള്ളിയാഴ്ച, ശനിയാഴ്ച നടക്കുന്നത് കട്ടപ്പനയിലാണ്. ദയവായി വരിക. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കേൾക്കുന്ന ബ്ലെസ്സിങ് ടുഡേയിലൂടെ കേൾക്കുന്ന ദൈവവചനങ്ങൾ, അതല്ലാതെ കേൾക്കുന്ന ദൈവവചനങ്ങൾ വളരെ വ്യക്തമായി സിസ്റ്റമാറ്റിക്കായി എഴുതി വയ്ക്കുവാനുള്ളൊരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. സെർമൺ നോട്ട് കീപ്പർ. കോപ്പികൾ കരസ്ഥമാക്കുക. ആശിഷമാരി ലഭിച്ചിട്ടില്ലാത്തവർക്ക് ആവശ്യപ്പെടാം. അതുപോലെ എൻ്റെ പ്രാർത്ഥന ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. പല ടൈറ്റിലുകളും ഈ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ കൈകളിൽ എത്രയും വേഗം വന്ന് ചേരുന്നതായിരിക്കും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ലൂക്കോസ് പറയുന്ന പുതിയ നിയമത്തിലെ പ്രവാചകി ആര്? നെയിം ദി പ്രൊഫറ്റ്സ് ഇൻ ദി ന്യൂ ടെസ്റ്റ്മെന്റ് whom Luke mentions. Options: A. Hulda, B. Hannah, C. Elizabeth, D. Yona. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.